മഴ ശക്തിയായി പെയ്തു തുടങ്ങിയപ്പോൾ നമ്മുടെ പല റോഡുകളും തോടുകളായി മാറുന്ന കാഴ്ചകൾ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു റോഡാണ് നിള 24 ലൈവ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇത് ആദ്യത്തെ തവണയല്ല നിള ഈ റോഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഈ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. മഴയ്ക്ക് കനം കൂടിയപ്പോൾ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്നും കൂടി എന്ന് മാത്രം. പക്ഷേ എത്ര പറഞ്ഞാലും എന്നെ തല്ലേണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്ന ചൊല്ലാണ് അധികാരികൾ പാടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിനി അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിലെ പ്രധാന പാതയായ പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിന്റെ സ്ഥിതിയാണ് ഈ കാണുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വെള്ളം കൂടി ചേർന്നപ്പോൾ അപകടങ്ങൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാവുകയാണ്. ഓരോ കുഴിയുടെയും ആഴവും വളരെ വലുതാണ്. തിരക്കേറിയ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണൂ എന്ന ജനങ്ങളുടെ ആവശ്യം ഇപ്പോൾ അപേക്ഷയായി മാറിയിരിക്കുകയാണ്. 4 വർഷമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അതിലപ്പുറം മഴ പെയ്ത് നോക്കുമ്പോൾ അധികം, അതായത് പെരിന്തൽമണ്ണക്കൊക്കെ ഒരു ട്രിപ്പ് വിളിച്ചാൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് അധികാരികൾ ഇപ്പം ഇന്നും ഏതൊരു മന്ത്രിയുടെ വണ്ടി ഇതിൽ പോയിന്ന് വയനാട് പോവും. അവരൊക്കെ ഇത് അനുഭവിച്ചിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ആരും തയ്യാറല്ല. ഇതുപോലുള്ള സാധാരണക്കാരായുള്ള ജനങ്ങളും ഓട്ടോറിക്ഷക്കാരൊക്കെയാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി. 20 മിനിറ്റ് കൊണ്ട് പെരിന്തൽമണ്ണ എത്തണമെന്ന് പറഞ്ഞ് പിന്നെ അരമണിക്കൂറും കഴിഞ്ഞിട്ടാണ് പെരിന്തൽമണ്ണ എത്താൻ പറ്റിയത്. അപ്പോൾ അവർക്ക് അത്രയും ആ രോഗിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വന്ന് ഈ സ്കൂളുകൾ അതേപോലെ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടിക്കാർക്കൊക്കെ മടിയാണ്. കാരണം അവരെ വണ്ടി കടന്നിട്ട് മരിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.